നമ്മളൊരു കല്യാണത്തിന് റെഡി ആവാൻ പോവാണ്. കേരള ടൈപ്പാണ് ഉദ്ദേശം. റെഡി ആയോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ. ഫസ്റ്റ് തന്നെ വാസലിന്റെ ഗ്ലൂട്ടാഹൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ റിവ്യൂസ് കണ്ടിട്ട് യൂസ് ചെയ്യുന്നതാട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ കുറെ വട്ടമായി. കുഴപ്പമില്ല, നല്ലതായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. ഭയങ്കര ബ്രൈറ്റ് ആക്കും, ഗ്ലോ ചെയ്യും എന്നൊന്നും ഞാൻ പറയില്ല. കാര്യം അത്രയ്ക്കും വേണ്ടി റിവ്യൂ പറയാനൊന്നുമില്ല. പക്ഷെ ഇത് ഇന്നിന് ഭയങ്കര ലൈറ്റ് ആണ്, അത്യാവശ്യം നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനത്തെയൊക്കെ കുറച്ച് പോസിറ്റീവും ഉണ്ട്. എന്റെ സ്ഥിരം ഇഷ്ടപ്പെട്ട ലെൻസ് വാലൻസ് ഇവിടെ നിന്നാട്ടോ ഞാൻ എപ്പോഴും മേടിക്കുന്നത്. അപ്പൊ ഞാനത് കരഞ്ഞിട്ട് വരാം. ടീ ബ്രൗൺ ആണ് ഞാൻ ഷെയ്ഡ് കൂടുതലും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതൊരു കേരള ടൈപ്പ് അല്ലെങ്കിൽ ഒരു ദേശി വൈബ് ഒക്കെ പിടിക്കാൻ പറ്റിയ ഒരു ലെൻസ് ആണ്. അടുത്തത് ഡെർമാ സീക്രട്ടിന്റെ സൺസ്ക്രീൻ ആണ്. എക്സ്ട്രാ ഗുഡ് എന്ന് തന്നെ പറയാം. കുറെ നാൾ ഞാൻ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ടാൻ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് മിക്ക യൂത്തിനും അറിയായിരിക്കും. ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ സൂപ്പർ ഡൂപ്പർ ഐറ്റം ആണ്. എത്രയോ നാളായി അതിന്റെ അടിവാരം വരെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലതാണ്. ഞാൻ ഓറഞ്ച് ഫോർ കറക്റ്റ് ചെയ്യാനും അല്ലാണ്ട് ഈ കളറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ ഈ സ്പോർട്സ് ഒക്കെ കണ്ടോ, ഇതൊക്കെ നല്ലതായിട്ട് മാറി കണ്ടോ. ഈ സാധനത്തിലോട്ട് കണ്ണു പോകുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. ഈ ഒരു ടാഗ്ലൈനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ഞാൻ എന്റെ കോംബോ ആയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. ഇൻസൈറ്റിന്റെ ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഈ ഒരു പൈസയ്ക്ക് നല്ല പോത്താണ്. ഒരു ബേസ് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഇൻസൈറ്റിന്റെ HD ഫൗണ്ടേഷൻ നല്ല റേറ്റ് ആണ്. ഇത് എന്റെ വേ ഓഫ് മേക്കപ്പ് ഇടലാണ്. കുറേ കുത്തിടുക, എന്നിട്ട് കൈകൊണ്ട് അത് അങ്ങോട്ട് മജ്ജ് ചെയ്യുക. ബ്ലെൻഡിങ് സ്പോഞ്ച് ഒക്കെ എടുക്കാനുള്ള മടി, വെറും മടി, അതുകൊണ്ട് കൈകൊണ്ട് സ്മജ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കിട്ടുന്ന ആ ഒരു സ്കിന്നിനകത്തോട്ട് ചേർന്ന് വരുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇതുണ്ടല്ലോ, എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയത്തില്ല. ആ ഒരു ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഡാസ്ലറിന്റെ വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാലും ആ ഡാസ്ലറിന്റെ കുഞ്ഞ് സംഭവം ഐലൈനർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ കുഞ്ഞ് ഡാസ്ലർ വെച്ചൊരു വാലിട്ട കിഡിൽ. അടുത്ത ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. ഇത് മെബിലൈന്റെ എക്സ്പ്രസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഐബ്രോസ് ഒരുപാട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിരുവം താന്നും ഒരു പിരുവം പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാഷ് പാരഡൈസിന്റെ മസ്കാരയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്നല്ല മേടിച്ചത്. എനിക്ക് പൊന്നൂത്തി ഖത്തറിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. പക്ഷെ ഇത് നല്ല കിഡിലനായിട്ട് നേരം വേണമെങ്കിലും ഒരു തുള്ളി പോലും പടരാതെ ഇതിങ്ങനെ ലോങ് ലാസ്റ്റ് ആയിട്ട് നിന്നോളും. ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെയും തമ്മിലുള്ള വ്യത്യാസം. ജസ്റ്റ് താഴെ ഒന്ന് പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇൻസൈറ്റിന്റെ തന്നെ ഹൈലൈറ്റർ വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടി. ഒന്ന് കോംബോ എന്തോ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഭയങ്കര പൈസ കുറവാണ്, പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന റൈറ്റാണ്. നിങ്ങൾക്ക് ഞാൻ ആ ഹൈലൈറ്റർ ഇട്ടപ്പോൾ തന്നെ എന്റെ നെറ്റിയൊക്കെ തിളങ്ങുന്ന കണ്ടില്ല, മുട്ട പോലെ. തലയൊക്കെ മുട്ട എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമമില്ലാതില്ല, എന്നാലും കുഴപ്പമില്ല. അതൊക്കെ പോടെ, എന്റെ മൂക്കൊക്കെ നല്ല വൃത്തിക്ക് തിളങ്ങുന്നതാണ്. നല്ല കിടിലായിട്ടാണ്. ഇതാണ് എന്റെ സാരിയുടെ കളർ. എനിക്ക് എന്ത് ഇഷ്ടമായെന്നറിയോ? ഈ കളർ കോമ്പിനേഷൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തരുന്നില്ലേ? ഇതാണ് എന്റെ ലാസ്റ്റത്തെ ലുക്ക്. ഞാൻ തന്നെ ആട്ടോ സാരി എടുത്തത്. എനിക്ക് എവിടെ പോയി എടുത്താലും അവിടെ എവിടെയൊക്കെ വണ്ണമുള്ള പോലൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ തന്നെ എടുത്തപ്പോൾ ഏകദേശം ഒരു സാറ്റിസ്ഫാക്ഷൻ കളർ. നിങ്ങൾക്ക് അത് കാണാൻ നല്ല ഭംഗിയില്ലെങ്കിലും എനിക്കെന്തോ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞപ്പോഴാ ലിപ്സ്റ്റിക് ഇടാൻ ഞാൻ മറന്നു. ഇതാണ് എന്റെ ലാസ്റ്റ് ലുക്ക്. കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരുപാട് പേര് എന്റെ അടുത്ത് ഈ സാരി കൊള്ളാമെന്ന് പറഞ്ഞിട്ടോ. ഇത് ഞാൻ എന്റെ ഉമ്മയുടെ അലമാരയിൽ നിന്ന് ഇസ്കിയതാണ്. എന്തായാലും അത് ഉപയോഗപ്പെട്ടു. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്റെ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.